ചന്ദ്രഗിരി ഫോർട്ടിൽ നിന്ന് നേരെ ഞാൻ പോയത് ചെമ്പരിക്ക ബീച്ചിലേക്കാണ്. ഞാൻ ആദ്യം കാപ്പിൽ പോകാമെന്ന് ഓർത്തത്. അപ്പോൾ അവിടുത്തെ ഗാർഡനെ പറഞ്ഞു ചെമ്പരിക്ക ബീച്ച് നല്ലതാണ് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെമ്പരിക്ക ബീച്ചിലേക്ക് ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെമ്പരിക്ക ബീച്ച് എത്തി. ചെമ്പരിക്ക ബീച്ച് കുറേ പാറക്കെട്ടുകൾ നിറഞ്ഞ ബീച്ചാണെന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ പ്രത്യേകത. കടൽ, മണൽ, പിന്നെ പാറക്കെട്ടുകൾ. അവിടെ പിന്നെ വേറെ കാര്യമുണ്ട്, അത്യാവശ്യം ബുദ്ധിയുള്ളവർ എപ്പോഴും ബീച്ചിൽ പോകുന്നത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിരിക്കണം. അപ്പം ഞാൻ പക്ഷേ ഇപ്പോൾ പോയത് ഉച്ചയ്ക്കാണ്. കാരണം എനിക്ക് സമയക്കുറച്ച് പ്രശ്നമുള്ള കാരണം. ഇവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. മുസ്ലിം പോപ്പുലർ ഏരിയയാണിത്, ഈ ബീച്ചെല്ലാം, ഈ ബീച്ച് സൈഡെല്ലാം. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല ആൾക്കാരുണ്ടാകുമെന്നാണ് കേട്ടത്. ആളുകൾ കുറേ കുളിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ കുളിക്കാൻ പറ്റിയ ബീച്ചും കൂടിയാണിത്. നമ്മുടെ കുംബ്ല ബീച്ച് അങ്ങനെ കുളിക്കാൻ പറ്റിയ ബീച്ചാണെങ്കിൽ തോന്നുന്നില്ല, കാരണം ആഴം കൂടുതലുണ്ട്. ഇവിടെ ആഴം കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ള കാരണം കുളിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു കോസ്റ്റൽ ബെൽറ്റ് ആയ കാരണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബീച്ച് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡിൽ ചില പ്രത്യേകതയുള്ള ചില സ്ഥലത്ത് കല്ലുണ്ടാവും, ചില സ്ഥലത്ത് കല്ലുണ്ടാവില്ല. അങ്ങനെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും പറയാം. ബീച്ചെല്ലാം നല്ല നമുക്ക് ആവശ്യമില്ല കൂടുതൽ ആളുകളും ഡ്രസ്സുള്ള ബീച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു ബീച്ച് ചെമ്പരിക്ക ബീച്ചാണെന്നാണ് ഇവിടുത്തുകാരൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു ഈ വെയിലത്ത്. ഒരു ഓട്ടോ ഓടിച്ചാണ് വന്നത്. നമുക്കിവിടെ വന്നിട്ട് വലിയ പ്രത്യേകം തോന്നുന്നില്ല, കാരണം നമ്മൾ ഈ ഫോട്ടോ വെച്ച് കണ്ട കാരണം അല്ലെങ്കിൽ കോളമൊക്കെ കണ്ട കാരണം നമുക്ക് ഇന്നത്തെ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ചെമ്പരിക്ക ബീച്ചിൽ എത്തിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടാവണ്ട എന്നോർത്തോണ്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നാണ്. കടലെല്ലാം എല്ലായിടത്തും ഉണ്ടാവും, ബീച്ചും ഉണ്ടാവും, അവിടെ കല്ലുകളുണ്ടാവും. അപ്പോൾ അത് വരുന്ന സമയമാണ് ഏറ്റവും പ്രശ്നം. സമയം വൈകുന്നേരമാണ് ഏറ്റവും നല്ലത്. ഒരു 5 മണി കഴിഞ്ഞ് ബീച്ച് വരുന്നത് നല്ലത്. ഏത് ബീച്ചിൽ പോണതും 5 മണി കഴിഞ്ഞിട്ട് പോകണേ നല്ലതെന്ന് എനിക്കിതോടെ മനസ്സിലായി. ബീച്ചെല്ലാം ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വരുന്നതായിട്ട് നല്ലത്. ഇപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലുള്ള സമയമാണെന്ന് പറയണു. അപ്പോൾ നമ്മളതിൽ സൺസ്ക്രീൻ ലോഷൻ തേക്കണം. ഇതൊന്നും തേച്ചിട്ടില്ല ഞാൻ. പിന്നെ ഒന്നിൽ കുട പിടിക്കണം. അത് നടന്നിട്ടില്ല, അത് മറന്നുപോയി. എന്തായാലും പെട്ടെന്ന് തന്നെ വിടാം. ചെമ്പരിക്ക ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കാപ്പിൽ ബീച്ചിലേക്കായിരിക്കും. എൻ്റെ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബീച്ചിൻ്റെ അവിടെ ഒരു പോലീസ് വണ്ടി സ്ഥിരമായിട്ട് കിടക്കണമെന്ന് തോന്നുന്നു. 2 പേര് എപ്പോഴും ഉണ്ട്. ബീച്ചല്ലേ, എന്തായാലും 2 പോലീസുകാരുടെ സാന്നിധ്യമുള്ളത് നല്ല തന്നെയാണ്. ബീച്ച് അല്ല, ഒരു റിസോർട്ടില്ലേ? റിസോർട്ടിന്റെ അപ്പർ സൈഡ് അതിന്റെ അഴി, ഇത് ലാസ്റ്റ് അഴിയാണ്. അഴി കഴിഞ്ഞാൽ ഇത് റിസോർട്ടാണ്. റൗണ്ട് അടിച്ച് പോകണം. റോഡ് അപ്പുറത്തെ കൂടി പാലത്തിന്. ശരി. പിന്നെ ഇത്ര ഏരിയ ഉള്ളു, നമ്മൾ കാണുന്ന ഏരിയ ഉള്ളല്ലേ ചെമ്പർക്ക ബീച്ച്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നുണ്ടോ? അത്യാവശ്യം ഉണ്ട്. പുറത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വൈകുന്നേരം രാവിലെ വൈകുന്നേരം നല്ല സമയം. അപ്പൊ റിസോർട്ട് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ? അപ്പൊ ആ കാണുന്ന ആ ഒരു മല പോലെ സ്ഥലം അതിലേ ഉള്ളല്ലേ? ഇവിടെ ആൾക്കാർ കുളിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ. ഇവിടെയാണ് ആഴം കുറഞ്ഞ സ്ഥലം അല്ലേ? എനിക്കാണ് കുമ്പളേക്കാളും കുറച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലം തോന്നുന്നില്ല. കുമ്പളയിലൊക്കെ കുറച്ച് ആഴം കൂടുതലാന്ന് തോന്നുന്നു. കുളിക്കുന്നുണ്ടല്ലേ? അവിടെ എന്തിനാണല്ലോ അവിടെ മരിച്ചിട്ടുണ്ടോ? ശരി. ഇവിടെ വേറെ എന്തൊരു സംഭവം ഉണ്ടായിട്ടില്ല? എന്തോ ഒരു ആളെ കൊലപാതകം അനാണ്ടൊക്കെ അറിയില്ലല്ലേ? മുസ്ലിങ്ങളുടെ ഏരിയ ആണല്ലോ. മുസ്ലിം പള്ളി ഉണ്ടല്ലോ ഇവിടെ. അവിടെ പള്ളി ഉണ്ടായതുകൊണ്ട് അതിനകത്ത് കാപ്പിയോ. ഈ കാണുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഷെഡാണ്. അപ്പോൾ ഇതേ ഓട്ടോ ഡ്രൈവർ തന്നെ പറഞ്ഞാണ് അറിഞ്ഞത്, നമ്മളിപ്പോൾ കണ്ട ബീച്ചിൽ നിന്ന് അങ്ങോട്ട് പോകുമായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കാപ്പിൽ ബീച്ചിലേക്ക് പോവാം. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ലളിത് ഗ്രൂപ്പിൻ്റെ റിസോർട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു റിസോർട്ടും ഉണ്ട്. ഇത് പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെയാണ് ടാറ്റയുടെ റിസോർട്ട്. കുറച്ച് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ 2 വലിയ റിസോർട്ടാണ് ഇവിടെ, ലളിത് ഗ്രൂപ്പിൻ്റെയും ടാറ്റ ഗ്രൂപ്പിൻ്റെയും. അപ്പോൾ ഇവർ പ്രൈവറ്റ് ബീച്ചാക്കി വെച്ചേക്കാണ്. കുറേ നല്ല രസമുള്ള ബീച്ചും കുറേ ഈ തെങ്ങ് കേൾക്കുന്ന നല്ല രസമുള്ള ബീച്ചുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ പ്രൈവറ്റ് അസസ് അല്ലെങ്കിൽ പബ്ലിക് അസസിന് പറ്റില്ല. അവരൊക്കെ പ്രൈവറ്റ് ആക്കി മാറ്റി ഈ 2 ഗ്രൂപ്പുകളുടെ കയ്യിലായിട്ട് മാറി. അപ്പോൾ ഇനി അവിടെ കയറണമെങ്കിൽ നമ്മളവിടെ ടാറ്റയിൽ അതിൻ്റെ ഹോട്ടൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോവാം. അതിനെന്തായാലും ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ടാറ്റയുടെ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്. ഈ വഴിക്കാണ് എൻട്രൻസ്. അപ്പോൾ ഈ വഴിക്ക് അങ്ങനെ പോകുകയാണെങ്കിൽ നല്ലൊരു ബീച്ചിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവരിപ്പോൾ ഏറ്റെടുത്താലും നമ്മൾ കടത്തി വിടില്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് പബ്ലിക്കിനുള്ള വേറൊരു സ്ഥലമുണ്ട്, പബ്ലിക്കിന് കയറി പോകാവുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാണെന്നുള്ള അവിടുത്തെ തന്നെ ഒരു ഗാർഡ് പറഞ്ഞു തന്നു എങ്ങനെ പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് പോവാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നമ്മളീ പറഞ്ഞ പോലെ തെങ്ങും തോപ്പും പിന്നെ കടലും പിന്നെ മണലും, ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഈ ലെഫ്റ്റ് ഈ വഴി കിടങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ
കാപ്പിൽ ബീച്ചിലേക്ക് എത്താം. കാപ്പിൽ ബീച്ച് ഫോർ പബ്ലിക്, കുറച്ച് ഏരിയ ഉള്ളൂ, കുറച്ച് നല്ല സ്ഥലം, രസമായ സ്ഥലങ്ങളൊക്കെയാണ്. ഇത് കാസർഗോഡ് മുഴുവൻ ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്. തെങ്ങുകൾ ഇങ്ങനെ കൂട്ടം കൊണ്ട് നിൽക്കണ കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. ഇത് സെയിം നമ്മൾ ഇപ്പോൾ കുംബ്ലെ കണ്ട ബീച്ച് ആ ഏരിയ പോലെ തന്നെയാണ് ഇതും. ബിൽഡിങ്സ് കുറേ പഴയതാണ്, പിന്നെ കടൽ അതിലും പഴയതാണ്, അതിൽ മണൽ അതിനേക്കാളും പഴയതായിരിക്കും. അങ്ങനെ ഒരു സ്ട്രെച്ച് ഓഫ് ബീച്ച് ഇവിടെ ഉണ്ട്. ഞാൻ ഈ കാപ്പിൽ ബീച്ചിലാണ്. കാപ്പിൽ ബീച്ചിനെ പറ്റി കുറച്ച് കേട്ടിട്ട് ഞാൻ വന്നതാണ്. ശരിക്കും കാപ്പിൽ ബീച്ച് ഇവിടെ താജ് ഹോട്ടലുണ്ട്, പിന്നെ ലളിത് ഹോട്ടലുണ്ട്. അപ്പോൾ ഈ ചെമ്പരിക്ക ബീച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ നമുക്ക് നടന്നു വരാവുന്ന ദൂരമുള്ളൂ. അതിപ്പോൾ ഈ ഉച്ചയ്ക്ക് നടക്കാൻ പറ്റാത്തതാണ് ഞാൻ ഓട്ടോ പിടിച്ചത്. ഒരു 2 കിലോമീറ്ററൊക്കെ ആ ബീച്ചിൽ നടന്നു വന്നാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ കാപ്പിൽ ബീച്ചിലേക്ക് എത്താവുന്നുള്ളൂ. കാപ്പിൽ ബീച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബീച്ചാക്കി മാറ്റി വരും കുറേ സ്ഥലങ്ങളൊക്കെ. കുറേ സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കണ്ട പോലെ താജ് ഹോട്ടൽസിൻ്റെ ഏരിയയായിട്ട് മാറി. അപ്പുറത്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ ലളിത് ഗ്രൂപ്പ് ഏറ്റെടുത്ത്, അങ്ങനെ 2 ഗ്രൂപ്പ് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ. ബാക്കി എല്ലാം ബീച്ച് സൈഡൊക്കെ സെയിം തന്നെയാണ്, നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. കുറച്ച് ഈ തെങ്ങ് സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണാമല്ലോ, തെങ്ങ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു ബീച്ച് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ബേക്കൽ ബീച്ച്, ഞാൻ കണ്ട ബീച്ച് വെച്ച് പറയുകയാണ്. ചെമ്പരിക്ക ബീച്ച് അത്ര വലിയ കുഴപ്പമില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ബേക്കൽ ബീച്ചും പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കുംബ്ല ബീച്ച് രണ്ടുമാണ്. വൈകുന്നേരം ഒന്ന് നടക്കാറിറങ്ങാൻ പറ്റിയ ബീച്ചുകൾ ഇതൊക്കെയാണ്. ഇത് നടക്കാറിറങ്ങാൻ നല്ലതാണ്, പക്ഷേ ആ ഒരു സ്ട്രെച്ച് ഓഫ് 1 കിലോമീറ്റർ സ്ട്രെച്ച് ഉണ്ട്. ബേക്കൽ ബീച്ചാണെങ്കിൽ കുറേ ഏരിയ ഉണ്ട്, പാർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നമ്മുടെ കുംബ്ല ബീച്ച്. പക്ഷേ അവിടെ നടന്നു പോകാൻ നല്ല സ്ഥലമുണ്ട്. അങ്ങനെ കുറേ നോക്കുമ്പോൾ ഈ 2 ബീച്ചാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ പറ്റിയ ബീച്ച് ഇത് രണ്ടുമായിരിക്കും. കാപ്പിൽ ബീച്ച് ഫേമസ് ആയിരിക്കാം, പക്ഷേ അതൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ താജും എല്ലാവരും വച്ചേക്കാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഈ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഇത് ഫോർട്ടിൽ പോകണമെന്നുണ്ട്. സമയം കിട്ടിയാൽ പോവും, ഇല്ലെങ്കിൽ പോവില്ല. അപ്പോൾ നമുക്ക് ഈ ബീച്ചൊക്കെ ഒന്ന് കാണാം. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് കുംബ്ലയിലെ അതേപോലെ തന്നെയുണ്ട്. പിന്നെ ഇത്രയും നട്ടുച്ച സമയത്ത് ഏതാണ്ട് ഒരു 1 മണിയൊക്കെ ആയി തോന്നുന്നു. ഈ സമയത്ത് ഇപ്പോൾ ഈ ബീച്ചിൽ ഞാനും പിന്നെ ഒരു 3 സ്കൂൾ പിള്ളേരുണ്ട്. സ്കൂൾ പിള്ളേർ അവിടെ ഇറങ്ങി ആ ഒരു കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുളിക്കുമെന്ന് പറയാൻ പാടില്ല. ഇവന്മാർ ഈ സമയത്തൊന്നും ഇവർക്ക് സ്കൂളില്ലേ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്കൂൾ ഡ്രസ്സിലൊക്കെയാണ് വന്നേക്കുന്നത്. 3-4 പിള്ളേരുണ്ട്. ഇവർ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തെങ്ങാനും സ്കൂളിൽ നിന്നെങ്ങാനും വലിയ ഇൻ്റർവ്യൂവിലെല്ലാം വന്നായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ അവന് സാധ്യതയുണ്ട്. കടലിനോട് ഇഷ്ടമുള്ള കുട്ടികളായിരിക്കാം. സോ ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് എനിക്കിനി പോകാനുള്ളത് ഒരു പവൽ ഫോർട്ട് എന്ന ഫോർട്ടിലേക്കാണ്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, പുള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ പാലക്കുന്ന് എന്ന സ്ഥലത്തെത്തിയിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് വേണം പോകാൻ, ചെർക്കളം കൂടിയിട്ട് വേണം പോകാൻ. ചെർക്കളത്തിൽ നിന്ന് കാസർഗോഡ് അങ്ങനെ അങ്ങ് പോകണം. ആ പോണ വഴിക്കൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പ് അതിലാണ് ഞാനിപ്പോൾ. ബീച്ച് ഇന്നിപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകം തോന്നിയില്ല, കാരണം ഇന്നലെ മിനിങ്ങാന്നൊക്കെ ബീച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നട്ടുച്ച നേരത്ത് അൾട്രാ വയലറ്റൊക്കെ ഏറ്റവും കൂടുതലുള്ള സമയത്ത് തൊപ്പി വയ്ക്കാതെ ഒരു കുട പോലും ചൂടാതെ ഇങ്ങനെ ഈ ഒരു ബീച്ചിൽ വന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അറിയാൻ വേണ്ടല്ല, പക്ഷേ എന്തോ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാനത് പറയുന്നത് വെച്ചാൽ ഇത്തരം പ്രിക്കോഷൻ എടുത്തിട്ട് വരാവും. പിന്നെ സൺസ്ക്രീൻ ലോഷനൊക്കെ തേക്കണം. തൽക്കാലത്തേക്ക് ഞാൻ ഇതെല്ലാം മറന്നു പോയാലും ഞാൻ തേച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. കടലിപ്പോൾ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്കറിയാം ചന്ദ്രൻ പിടിച്ച് കയറ്റി മുകളിലേക്ക് കയറ്റും. അപ്പോൾ വൈകുന്നേരം ഞാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാനൊന്ന് ബേക്കൽ ബീച്ചിലേക്ക് ഒന്നുകൂടെ പോകും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് ഇപ്പോൾ നിലവിൽ ബേക്കൽ ബീച്ചാണ്. അതെനിക്ക് ഒന്നുകൂടെ കാണുന്നുണ്ട്. സോ വൈകുന്നേരം ഞാൻ മിക്കവാറും ഒന്നുകൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ കാപ്പിൽ ബീച്ച് അത്യാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ കാപ്പിൽ ബീച്ച് വിട തരൂ, ഞാൻ പോകട്ടെ. പോകുന്ന വഴിക്ക് മനോഹരമായ സ്ഥലം കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തിയെടുത്താണ്. ഞാൻ നടന്നാണ് പോയത്. പിന്നെ പാലക്കുന്നിലേക്ക് നടന്നു പോകേണ്ടി വന്നു. ഒരു 2 കിലോമീറ്റർ നടന്നു കൊണ്ടു വന്നു. ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല.